ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസ് ഹോം ആൻഡ് ചൈനീസ് ഡ്രാമയുടെ 12ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിലായിട്ട് നമ്മുടെ സുങ്ങിൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയതിനെ തുടർന്ന് ഒറ്റയ്ക്കായി പോയ പാരലൈസ്ഡ് ആയ സുങ്ങിൻ്റെ അമ്മേനെ അവരെല്ലാവരും കൂടി രക്ഷിച്ച്, പക്ഷെ തൻ്റെ അമ്മയുടെ ഈ ഒരു സ്റ്റേറ്റിൽ വിഷമിച്ചിരിക്കുന്ന സുങ്ങിനെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ചെന്നും ജിങ്ങും കൂടിയിട്ട് ചെന്നിൻ്റെ അമ്മയുടെ അടുത്ത് സൊങ്ങിൻ്റെ വിഷമങ്ങളും അവൻ്റെ അമ്മയെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സൊങ്ങിൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഈ കുക്കിങ്ങിലൊക്കെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് വന്നിട്ട് കുക്കിങ്ങും വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ വളരെ ആക്റ്റീവായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിലും പെട്ടെന്നൊരു ദിവസം ഇതൊന്നും തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നും മാത്രമല്ല ഇപ്പൊ സൊങ് സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച പോലെ അവൾക്ക് വേണ്ടി അവരങ്ങനെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ സൊങ്ങിന്റെ അമ്മയ്ക്ക് ഓവറായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ടെന്നും മാത്രമല്ല അവള് ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ബാധ്യതയാണെന്നും ബുദ്ധിമുട്ടാണെന്നും സൊങ്ങിന്റെ അമ്മയ്ക്ക് ഒരു പക്ഷെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഇപ്പൊ ചെന്നിന്റെ അമ്മ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരെ സൊങ്ങിന്റെ അമ്മയെ കാണിക്കുകയാണെങ്കിൽ സൊങ് ഇപ്പോൾ അമ്മയ്ക്ക് കുക്ക് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് അവൾക്ക് വേണ്ടി ഒരു ഇൻഡക്ഷൻ കുക്കറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവളുടെ ആഗ്രഹങ്ങളൊക്കെ ചെയ്തോട്ടെ നടത്തിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും തനിക്ക് വേണ്ടി വീണ്ടും വീണ്ടും സൊങ് അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടാതെ അവന്റെ അമ്മ ആകെ സ്റ്റക്കായിരിക്കുകയാണ്. എന്നാൽ ഇതേ നേരത്താണ് ചെന്നിന്റെ അമ്മ ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് മയത്തില് ഇപ്പൊ സൊങ്ങിനെ പറഞ്ഞു വിട്ടിട്ട് സൊങ്ങിന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുക്കിംഗ് എന്ന ആ ഒരു കാര്യത്തിനെ പറ്റി കൂടുതലായിട്ട് സംസാരിച്ച് തന്നെ അവളുടെ സീക്രട്ട് ആയിട്ടുള്ള റെസിപ്പി പഠിപ്പിച്ചു തരാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ടിട്ട് സൊങ്ങിന്റെ അമ്മ ഇപ്പൊ ആദ്യം പൊട്ടി കരയുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് അവൾ ചെന്നിന്റെ അമ്മയ്ക്ക് അവളുടെ സീക്രട്ട് ആയിട്ടുള്ള കുക്കിങ്ങിന്റെ ആ ഒരു റെസിപ്പീസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് പയ്യെ പയ്യെ അവളെ ഓക്കെ ആക്കി എടുക്കുകയാണ്. കാരണം സൊങ്ങിന്റെ അമ്മയെ വെച്ച് ഇങ്ങനെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി ബാധ്യതയായി വീട്ടിലിരിക്കാണ്ട് അവളോട് പഴയ പോലെ തന്നെ എല്ലാവരും പെരുമാറുന്നതും അവളെ കൺസിഡർ ചെയ്യുന്നതാണ് അവൾക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ ഇപ്പൊ അവരവരുടെ ടൈം അങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ സൊങ് അപ്പോൾ ചെന്നിന് തന്റെ അമ്മയെ സഹായിച്ചതിനും ഹെൽപ്പ് ചെയ്തതിനൊക്കെ ആയിട്ട് അവളോട് താങ്ക്സ് പറയാനായിട്ട് അവൾക്ക് വേണ്ടിയിട്ട് പണ്ട് ജിങ്ങിനെ കാണാനായിട്ട് അവള് പോയിരുന്ന സമയത്ത് അവനെ ഗുഡ് ലക്ക് വിഷ് ചെയ്തുകൊണ്ട് അവള് വാങ്ങിച്ച അതേ ഫ്ലവേഴ്സ് ഇപ്പോൾ സോങ്ങും അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് തിരികെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവിടെ ജിങ്ങും ചെന്നും ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വരുന്നത് സോങ് കാണുന്നത്. ജിങ്ങിന് ഓൾറെഡി കാലിന് ആ ഒരു ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് അവന് വേണ്ടി എക്സസൈസ് കൊടുക്കുകയായിരുന്നു ചെന്ന്. അങ്ങനെ സോങ് ആ ഒരു ബക്കറ്റുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കാണുമ്പോൾ ചെന്ന് ആ ഒരു ഫ്ലവേഴ്സ് അവന്റെ അമ്മയ്ക്ക് വേണ്ടിയാണോ എന്ന് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ സത്യത്തില് അതവൻ ചെന്നിന് വേണ്ടി തന്നെ വാങ്ങിച്ചതാണെങ്കിലും അതിന് അവളോടുള്ള താങ്ക്സ് മാത്രമല്ല അവളോടുള്ള ഒരു ഇഷ്ടം കൂടി അതിനൊരു കാരണമായിട്ട് ഉണ്ടെങ്കിൽ പോലും അവിടെ വെച്ച് അവനത് റിവീൽ ചെയ്യാണ്ട് അത് തന്റെ അമ്മയ്ക്ക് വേണ്ടി തന്നെ ഉള്ളതാണെന്ന് അവളുടെ അടുത്ത് പറയാണ്. മാത്രമല്ല പിന്നീട് അവൻ അവൾക്ക് താങ്ക് യു പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവന്റെ അമ്മയ്ക്ക് വേണ്ടത് അവന്റെ കെയർ ആണെന്നും അതുകൊണ്ട് അധിക നേരം അമ്മേനെ ഒറ്റയ്ക്ക് ഇരുത്താണ്ട് അവളുടെ അടുത്തേക്ക് പോയിട്ട് വളരെ നോർമൽ ആയിട്ട് തന്നെ അവളെ ട്രീറ്റ് ചെയ്യാനും ചെന്ന് ആവശ്യപ്പെടുമ്പോൾ അതും കൂടി കേട്ട് ഇനി ചെന്ന് മനഃപൂർവ്വം തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ടാണോ ഇങ്ങനെ പറഞ്ഞത് എന്ന തോന്നലോട് കൂടി ഇപ്പൊ സോങ് തിരിച്ച് അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ജിങ്ങും ചെന്നും കൂടിയിട്ട് ചെന്നിന്റെ പഴയ നാടായിട്ടുള്ള സിഷുവിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് അവിടെ നല്ലൊരു സ്ഥലമാണെന്നും മറ്റുമൊക്കെ ചെന്ന് പറയുമ്പോൾ സോങ്ങിന്റെ അമ്മയ്ക്ക് അവിടേക്ക് പോകാനായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ജിങ്ങും പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ സോങ്ങിന്റെ അമ്മയുടെ ഇപ്പോഴത്തെ വിഷമം ഒന്ന് മാറ്റി വീണ്ടും അവളുടെ ലൈഫ് ഒന്ന് ഹാപ്പിയായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാവർക്കും കൂടി സിഷുവിലേക്ക് പോയാലോ എന്ന ചെറിയൊരു ട്രിപ്പ് ഇപ്പോൾ അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ട്രിപ്പ് കൂടുതൽ പ്ലാൻ ചെയ്യാനായിട്ട് ജിങ് ഇപ്പോൾ സോങ്ങിനെ വിളിച്ചിട്ട് അവന്റെ ഫാമിലി ആൽബം എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവരുടെ ചെറുപ്പത്തിൽ അവരുടെ 3 പാരന്റ്സും കൂടി സിഷുവിൽ വെച്ച് കണ്ടുമുട്ടിയതും അതിന്റെ ഫോട്ടോസും ഒക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാനാണ് ഇപ്പോൾ ജിങ് അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ സോങ് അവന്റെ പാരന്റ്സിന്റെ ആൽബം ഒക്കെ എടുത്ത് ജിങ്ങിന്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കെ തന്നെ അവന്റെ മനസ്സിലേക്ക് ജിങ്ങും ചെന്നും കൂടി ഒരുമിച്ച് ചെലവാക്കിയിട്ടുള്ള ഒരു നിമിഷങ്ങളൊക്കെ വരികയാണ്. ഇതേ നേരം തന്നെ അവിടേക്ക് ജിങ് വന്ന് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ആൽബം കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ചെന്നിന്റെയും ജിങ്ങിന്റെയും സോങ്ങിന്റെയും ഫാമിലി മുഴുവനും ഇപ്പോൾ അവരുടെ സിഷു എന്ന് പറയുന്ന ആ ഒരു വില്ലേജിലേക്ക് എത്തിയിട്ട് അവരെല്ലാവരും കൂടി അവിടെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പണ്ടത്തെ പോലെ അല്ലാണ്ട് സോങ്ങിന്റെ അമ്മ വളരെ ഹാപ്പി ആയിട്ട് കാണുമ്പോൾ ഈ ഒരു കാഴ്ച കാണുന്ന സോങ്ങിനും ഒപ്പം ഉണ്ടായിരുന്ന ചെന്നിനും വളരെയധികം എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം അവരുടെ പാരന്റ്സിന്റെ മുഖത്ത് വലിയൊരു സന്തോഷം ഫീൽ ചെയ്ത് അവരങ്ങോട്ട് നിൽക്കുന്ന നേരത്താണ് അവിടേക്ക് ജിങ് വന്നിട്ട് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു പഴമാണെന്ന് പറഞ്ഞ് ചെന്നിന് ഒരു ഫ്രൂട്ട് കൊടുക്കുന്നത്. പക്ഷെ ശരിക്കും അത് ബിറ്റർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് ചെന്നിന് അത് കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല.
അങ്ങനെ അവിടെ വെച്ചിട്ടും ഈ ചെറിയ പിള്ളേരെക്കാളും കഷ്ടമായിട്ട് രണ്ടും കൂടി തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ സോങ്ങിന്റെ അച്ഛനിപ്പോ അങ്ങോട്ടേക്ക് വന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ വെച്ചിട്ട് അവരുടെ എല്ലാവരുടെയും സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ക്യാമറയിൽ കൂടെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇത്ര സന്തോഷത്തിൽ കാണുന്ന നമ്മുടെ ചെന്നിന്റെ മനസ്സും നിറയുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസമൊക്കെ വെൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം അന്നത്തെ നൈറ്റ് അവരൊന്നിച്ച് ഡിന്നർ കഴിക്കാൻ ഇരിക്കുന്നതിന്റെ ഇടയിൽ ജിങ് ഇപ്പോ അവന്റെ അച്ഛൻ്റെ ഒരു സിഗ്നൽ കൊടുത്ത് അവര് രണ്ടുപേരും കൂടി ജിങ്ങിന്റെ അമ്മയുടെ ബർത്ത്ഡേ അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാണ്. അങ്ങനെ ജിങ്ങിന്റെ അമ്മയുടെ ഒപ്പം ഒരുമിച്ച് അവര് കേക്ക് കട്ട് ചെയ്തും ബർത്ത്ഡേ സോങ് പാടിയൊക്കെ ആ ഒരു ദിവസം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ എൻജോയ് ചെയ്യാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് മുമ്പ് അവർ 3 പേരും ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്ന സമയത്ത് ഒരുമിച്ച് എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ അവർ പ്ലേ ചെയ്യുമ്പോൾ അത് കണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും തന്നെ പാസ്റ്റ് മെമ്മറീസ് ഒക്കെ വന്ന് അവരെല്ലാവരും തന്നെ ഹാപ്പി ആവാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ അടുത്ത് ചെന്നിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആവാറായില്ലെന്നും ജിങ് അവന്റെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത പോലെ അവരെല്ലാവരും കൂടി ഇപ്പൊ ചെന്നിന്റെ അടുത്തും അവളുടെ അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് കേക്ക് മുറിക്കണമെന്നും അവൾക്ക് സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് അങ്ങനെ ബർത്ത്ഡേ കേക്കിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നും എനിക്ക് അങ്ങനെ സർപ്രൈസുകളൊന്നും ഇഷ്ടമല്ലെന്നൊക്കെ ചെന്നിന്റെ അമ്മ ഇപ്പൊ പറയുന്നുണ്ടെങ്കിലും ഇത് പറയുമ്പോൾ തന്നെ അവളുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു വിഷമവും അതിനുശേഷമുള്ള ആ ഒരു പരിങ്ങലൊക്കെ ചെന്നിപ്പോ നന്നായി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ട്രിപ്പിന്റെ ആ ഒരു ദിവസം കടന്നു പോകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ചെന്നൈ എഴുന്നേൽക്കുമ്പോൾ റൂഫ് ടോപ്പിൽ ഇരിക്കുന്ന ജിങ്ങിനെയാണ് അവൾ കാണുന്നത്. അങ്ങനെ അവരുടെ വില്ലേജിൽ അങ്ങനെ ആ ഒരു റൂഫ് ടോപ്പിലിരുന്ന് ആ ഒരു വ്യൂ ഒക്കെ നോക്കുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടൊരു കാര്യം ആയതുകൊണ്ട് ഇപ്പൊ അവളും റൂഫ് ടോപ്പിലേക്ക് കയറി രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് സംസാരിച്ച് അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന ടൈൽസുമേ അവരുടെ ആഗ്രഹങ്ങൾ എഴുതുകയാണെങ്കിൽ അത് സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് എത്തിയിട്ടും ചെൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അന്നത്തെ ആ ഒരു ഡിന്നറിൽ വെച്ച് ചെന്നിന്റെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവളുടെ അമ്മ അപ്സെറ്റ് ആയതെന്നും എന്തുകൊണ്ടാണ് അവൾക്കൊരു വിഷമം പോലെ ചെന്നിനെ ഫീൽ ചെയ്തതെന്നാണ് ഇപ്പോഴും അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്ത് വിധേനയും ഈ പ്രാവശ്യം അവളുടെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ച് അവളിപ്പോൾ അവളുടെ അച്ഛനെ വിളിച്ച് അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം അച്ഛൻ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വർക്കിൽ ബിസി ആണെന്നും അന്നത്തെ ദിവസം ഇവിടേക്ക് എത്താൻ പറ്റില്ലെന്നും അവളുടെ അച്ഛൻ പറയുമ്പോൾ അവൾ ഒറ്റയ്ക്ക് തന്നെ അവളുടെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് അവൾ ജിങ്ങിനെ പോയിട്ട് കണ്ടിട്ട് അവൻ മുന്നേ എഡിറ്റ് ചെയ്ത പോലെ തന്റെ അമ്മയുടെ ഒരു ഫോട്ടോ അവൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് അവൾ ജിങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആദ്യം അവൻ ഇത്തിരി ജാടയൊക്കെ ഇട്ടിരുന്നെങ്കിലും പിന്നീട് അവൻ അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ആൽബം വാങ്ങിച്ച് അവളുടെ അമ്മ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവൻ ആ ഒരു ഫോട്ടോ നല്ല പോലെ തന്നെ എൻഹാൻസും എൻലാർജും ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ അവൾക്ക് തന്നെ കൊണ്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ചെന്നിനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം അവളുടെ ഒരുപാട് ആൽബം നോക്കുകയാണെങ്കിലും ചെറുപ്പത്തിൽ അവളുടെ പാരന്റ്സ് ഏറ്റവും കൂടുതൽ ചെന്നിന്റെ ഫോട്ടോസ് ആണ് എടുത്തിരുന്നതെന്നും അവര് തങ്ങളുടെ സ്വന്തം പിക്ചേഴ്സിനേക്കാളും കൂടുതൽ പ്രിഫറൻസ് അവൾക്ക് കൊടുത്തിരുന്നെന്നും ഒക്കെ അവളിപ്പോ ജിങ്ങിന്റെ അടുത്ത് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഒരു പഴയ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ പണ്ട് ചെറുപ്പത്തിൽ അവരുടെ പാരന്റ്സ് എത്രമാത്രം എനർജറ്റിക് ആയിരുന്നു എന്നും എത്രമാത്രം ഭംഗിയുള്ളവരായിരുന്നു എന്നും പക്ഷെ വലുതാവുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ബ്യൂട്ടിയും എനർജിയും ഒക്കെ ഫെയ്ഡ് ആവുന്നതിനെ കുറിച്ച് ചെന്ന അവന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയായാലും വലുതായിട്ട് പാരന്റ്സ് ആകുന്ന സമയത്ത് അതുപോലെ ആവരുതെന്ന് ചെങ്ങം പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന ചെന്ന അപ്പൊ തന്നെ അവൻ വലുതായിട്ട് പാരന്റ്സ് ആവാന്ന് പറഞ്ഞത് ആരുദ്ദേശിച്ചാണെന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ജിങ് അത് നാച്ചുറലി പറഞ്ഞു പോയതാണെങ്കിലും അതിന്റെ അർത്ഥം ചെന്നും ജിങ്ങും ഒരുമിച്ച് പാരന്റ്സ് ആകും എന്നതാണെന്ന് ആലോചിക്കുമ്പോൾ അവർ രണ്ടുപേരും ആകെ ഓക്വേർഡ് ആകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ രണ്ടുപേരും കൂടി ചെന്നിന്റെ അമ്മയ്ക്കായിട്ടുള്ള കേക്കൊക്കെ വാങ്ങിക്കാനായിട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ച് ആ ഒരു ഷോപ്പിന് മുമ്പിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ ഡിസ്പ്ലേയിലായിട്ട് വെച്ചിരുന്ന കേക്ക് ചെന്നിന് ഒരുപാട് ഇഷ്ടമായിട്ട് അവൾ അത് ഒരുപാട് നേരം നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് അത്രയും എക്സ്പെൻസീവ് ആയതുകൊണ്ട് അവളിപ്പോ നേരെ ഷോപ്പിലേക്ക് ചെന്നിട്ട് അവളുടെ അച്ഛൻ ഓൾറെഡി നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കേക്കിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കേക്ക് എന്ന് പറയുന്നത് ഇത്തിരി ഓൾഡ് ഫാഷൻ ഡിസൈൻ ആയതുകൊണ്ട് ഈ ഒരു കേക്ക് വാങ്ങിച്ച് അവളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് അവൾക്ക് ആദ്യം ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങുന്നേക്കാളും മുമ്പ് അവളുടെ അച്ഛൻ പറഞ്ഞ കേക്ക് ഓർഡർ ചെയ്യാണ്ട് അവിടെ ഉണ്ടായിരുന്ന വേറൊരു ന്യൂ ഡിസൈനാണ് അവളിപ്പോ ബുക്ക് ചെയ്ത് അവിടെ നിന്ന് പോകുന്നത്. മാത്രമല്ല ഇറങ്ങും മുമ്പ് അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റെഡ് കേക്കിന് അവളിങ്ങനെ കൊതിയോടുകൂടി നോക്കി നിൽക്കുന്നത് ജിങ് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീനും കൂടി കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, നമ്മുടെ ചെന്നിന്റെ അമ്മയുടെ ബർത്ത്ഡേ അവർ എന്തായി സെലിബ്രേറ്റ് ചെയ്തോ എന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. അപ്പോൾ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.